ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഫാമിലി വന്നതിന് ശേഷമുള്ള സിറ്റി രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് എന്താ പറയുന്നത്, സിറ്റി രജിസ്ട്രേഷൻ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ അറിവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്ന സമയത്ത് ഒരുപാട് ടെർമിൻ നമുക്ക് തരും. ഇവർ ഓരോ ദിവസവും ഓരോ ടെർമിന് ഹോസ്പിറ്റലുകാർ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കറിയില്ല നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഫാമിലി വരുമ്പോഴത്തേക്കിന് നമ്മൾ തന്നെ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഔസ്ലാൻഡർ ബിഹോഡയിലാണ് ഫാമിലിയുടെ ഫസ്റ്റ് അൺമെൽഡിങ് അല്ലെങ്കിൽ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫാമിലിനെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സിറ്റി രജിസ്ട്രേഷൻ, അതുപോലെ ഇൻഷുറൻസ്, പിന്നെ എന്താ പറയുന്നത് നമ്മുടെ കിൻഡർ ഗാർഡൻ അൺമെൽഡൻ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിനി ഈ അടുത്ത വരുന്ന ഓരോ വീഡിയോയിലായിട്ട് ഇത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഔസ്ലാൻഡർ ബിഹോർഡെ അല്ലെങ്കിൽ ഫോറിൻ ഓഫീസിലാണ് നമ്മുടെ എന്താ പറയുന്നത് സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് സിറ്റി രജിസ്ട്രേഷൻ നമ്മളിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വേറെ എവിടോട്ടേലും മാറുന്ന സമയത്ത് അതിന് ഉമ്മൽട്ടൻ എന്നാണ് ഇവിടെ ജർമ്മനിയിൽ പറയുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ റാത്ത് ഹൗസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഓഫീസുണ്ട്, അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് നമ്മൾ ജർമ്മനിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഫോറിൻ അഫയേഴ്സ് അല്ലെങ്കിൽ ഔസ്ലാൻഡർ ബിഹോഡയിലാണ്, അപ്പം ഫോറിൻ ഓഫീസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഔസ്ലാൻഡർ ബിഹോഡെ ഏതാണെന്ന് നോക്കുക, അവിടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പൊതുവേ ഈ ഒരു ഔസ്ലാൻഡർ ബിഹോഡെ അല്ലെങ്കിൽ ഈ ഒരു ഫോറിൻ ഓഫീസിൽ എന്ത് കാര്യത്തിന് പോകണമെങ്കിലും നമുക്ക് ടെർമിൻ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് നിർബന്ധമാണ്. പക്ഷേ ഫാമിലിയുടെ ഈ ഒരു കേസിൽ അൺമെൽഡൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാറില്ല. മേ ബി ചിലപ്പം എന്താ പറയുന്നത് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അപ്പോയിൻമെൻറ്റ് ഇല്ലാതെയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പം അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു അപ്പോയിൻമെൻറ്റ് ടൈം വരെ നമ്മൾ വെളിയിൽ കാത്തു നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അകത്തേക്ക് കയറി പോകാനായിട്ട് പറ്റും, അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ തന്നെ. അല്ലാതെ ഒരു കേസിലും നമുക്ക് അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ഈ ഒരു ഓഫീസിനകത്തേക്ക് കയറി പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എന്താ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അന്വേഷിച്ച സമയത്ത് നമ്മുടെ എല്ലാവരുടെയും പാസ്പോർട്ട്, ഇപ്പം മക്കളുടെ രണ്ടുപേരുടെ പാസ്പോർട്ട്, ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട്, അതുപോലെ അവരുടെ വിസ പാസ്പോർട്ടിൽ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട് ആ ഒരു വിസ, പിന്നെ എൻ്റെ പാസ്പോർട്ട്, അതുപോലെ എൻ്റെ ഇവിടുത്തെ റെസിഡൻറ്റ് കാർഡ്, അതാണല്ലോ നമ്മുടെ വിസ റെസിഡൻറ്റ് കാർഡ്. അപ്പോൾ അതിനോടൊപ്പം നമുക്കൊരു സൂസൈഡ് ബ്ലാറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ കിട്ടും, നമ്മുടെ വർക്ക് പെർമിറ്റിൻ്റെ ഒരു പേപ്പർ അത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മോനും ഗീപ്പർ ബെഷനികും എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്. അതായത് നമ്മുടെ ലാൻഡ് ലോഡ്, നമ്മൾ നിൽക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ, പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു ബെഷനികു എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കണം. എത്ര പേരാണ് നമ്മളിവിടെ താമസമുള്ളത്, നമ്മുടെ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര റൂംസ് ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു പേപ്പറാണത്. അതുപോലെ നമ്മുടെ പറ്റുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ കോൺട്രാക്റ്റും അതുപോലെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കയ്യിൽ കരുതുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകണം. പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ടെർമിൻ ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ ഒരു ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ ടെർമിൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മോണിറ്റർ ഉണ്ട്, അതിൽ നമ്മൾ എന്താ പറയുന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷോ ജർമ്മനോ ഏതാണ് നമുക്ക് വേണ്ട, ആ ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിൻ ഉണ്ടോ ഇല്ലയോ എന്നാണ്. ടെർമിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടെർമിൻ്റെ ഒപ്പം നമുക്കൊരു നമ്പർ ഉണ്ടാവും. നമുക്ക് മെയിലിൽ ഒരു നമ്പർ, കോഡ് നമ്പർ തന്നിട്ടുണ്ടാവും. ആ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ടിക്കറ്റ് കിട്ടും. ഇനി ടെർമിൻ ഇല്ല എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ടെർമിൻ ഇല്ലാതെ നമുക്ക് വരാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഈ ഒരു വോനുങ് അൺമെൽഡൻ ആണ്. അപ്പോൾ നമ്മൾ ടെർമിൻ ഇല്ല എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്നത് വോനുങ് അൺമെൽഡൻ ആണോ എന്നുള്ളത് ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ടിക്കറ്റ് കിട്ടും. അതല്ലെങ്കിൽ നമ്മളോട് വെയിറ്റ് ചെയ്യാനായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ വന്നിട്ട് പിറ്റേ ദിവസം പോകാം, പക്ഷെ അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് പോകാമെന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഓരോരുത്തരിടയ്ക്ക് ഇങ്ങനെ വന്ന് പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇത് ക്ലിക്ക് ചെയ്ത് നോക്കും ടിക്കറ്റ് അവൈലബിൾ ആണോ എന്ന്. കാരണം ഓരോരുത്തർ കയറുന്ന അനുസരിച്ച് ടിക്കറ്റ് നമുക്ക് ചിലപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അന്ന് രാവിലെ തൊട്ട് 4 മണി വരെ അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ടെർമിൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എന്ന് എനിക്കപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ടെർമിൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ ചെന്ന് നമുക്ക് ഇത് ചെയ്ത് തിരിച്ചു പോരാം. പക്ഷേ ടെർമിൻ അവർ ഇതിന് കൊടുക്കുന്നില്ല ഇവിടെ. ഇനിയിപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിവേ 4 മണി ഒരു 3:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അതുവരെ ഞങ്ങൾ രണ്ടുപേരും മാറിയും കയറി അവിടെ വന്ന് നിന്നിങ്ങനെ ടിക്കറ്റ് അവൈലബിൾ ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് കിട്ടി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് അവർ അപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നു കേട്ടോ. പേപ്പർ വർക്കുകൾ, അതായത് ആ ഒരു എല്ലാ നമ്മുടെ ഡോക്യുമെൻറ്റ്സും ചെക്ക് ചെയ്തതിന് ശേഷം സിറ്റി രജിസ്ട്രേഷൻ്റെ പേപ്പർ അപ്പം തന്നെ നമുക്കത്
അവർ അടിച്ചു തന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ രണ്ടാമത് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. അത് നമുക്ക് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ ട്രാവൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടാണ് വരുന്നതെങ്കിലും അതിന് ഒരു നിശ്ചിത കാലപരിധി ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അത് ഇപ്പം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയി കഴിഞ്ഞു എന്ന് വെച്ചോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും സിറ്റി രജിസ്ട്രേഷനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ ഈ ഒരു സിറ്റി രജിസ്ട്രേഷൻ 14 ദിവസത്തിനുള്ളിൽ എങ്ങാണ്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു നിയമം. അപ്പം എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പം അതും കൂടെ ഒന്ന് അന്വേഷിക്കുക. നമ്മൾ വന്ന് ഇവിടെ എൻ്റർ ആയതിനു ശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ കാര്യം. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്, ഇൻഷുറൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഇൻഷുറൻസ് ഉണ്ട്. എൻ്റെ ഇൻഷുറൻസിൽ എൻ്റെ ഫാമിലിയെ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.